എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് വട്ടും കരലും വെച്ചിട്ടേ ഒരു ഡിഷാണ് തയ്യാറാക്കണെ ട്ടാ. പെരട്ടെന്നോ റോസ്റ്റെന്നോ എന്ത് വേണമെങ്കിലും പറയാട്ടാ. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാന്ന് നോക്കിയാലോ. വട്ടും കരലും ക്ലീൻ ചെയ്തും എടുത്തിട്ടുണ്ട് ട്ടാ. ഇനി ഇതിനകത്തോട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയാനായിട്ട് ഒരു 2 സവാള, ഒരു 5, 6 കൊച്ചുള്ളി, 3, 4, 5 പച്ചമുളക് ഇതെല്ലാം ഞാൻ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ടൊമാറ്റോ ട്ടാ. അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്തോട്ട് ഇഞ്ചിയും വെളുത്തുള്ളി 2 പച്ചമുളകും കൂടി ഞാൻ കല്ലിൽ വെച്ച് ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില. അപ്പോൾ നമുക്ക് ഇതൊരു കുക്കറിൽ ഒന്ന് വിസിലേൽപ്പിക്കാം ട്ടോ. മട്ടും കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് സവാള, ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ഒരു കുറച്ച് നമ്മുടെ തക്കാളി ഇതെല്ലാം കൂടി ഇട്ടിട്ടുണ്ട്. ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ട്ടോ. ഇനി ഇതിലെ സ്പൈസസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ ഇത്രയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ട്ടോ. ഇനി നമുക്ക് കുക്കറിൽ വെച്ചിട്ട് ഒരു വിസിലേൽപ്പിക്കാം. അപ്പോൾ ഇപ്പുറത്ത് തന്നെ ഞാൻ ഉരുളി വെച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് സവാളയൊക്കെ വഴറ്റിയെടുക്കാം ട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ട്ടോ. ആ ചൂടായി വന്നപ്പോൾ ഞാൻ കറിവേപ്പില ഇട്ട് കൊടുക്കണ്ടേ. വട്ടും കരലും റെസിപ്പി ഞാൻ മുന്നേ ഒരു പ്രാവശ്യം ചാനലിൽ ഇട്ടിട്ടുണ്ട് ട്ടോ. അപ്പോൾ നമ്മുടെ കറിവേപ്പില ഒന്ന് പൊട്ടി വന്നപ്പോൾ ഞാൻ അതിനകത്തോട്ട് ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ട്ടോ. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക്. നമുക്കിതിനകത്തോട്ട് ഒപ്പം തന്നെ സവാളയൊക്കെ ഇട്ട് കൊടുക്കാം ട്ടോ. ഇളക്കി നല്ലോണം യോജിപ്പിച്ച് കൊടുക്കാം. ഇടയ്ക്കൊക്കെ നമ്മളൊരു വെറൈറ്റി പരീക്ഷിച്ച് നോക്കൂലേ. എപ്പോഴും എല്ലാ ഇൻഗ്രീഡിയൻസും സെയിം ആണെങ്കിലും ഇപ്പോൾ ഇഞ്ചിയും പച്ചമുളക് വെളുത്തുള്ളി അരിഞ്ഞ് ചേർക്കണ ടേസ്റ്റ് അല്ല ഇതെല്ലാം ചതച്ച് ചേർക്കുമ്പോൾ കിട്ടുന്ന ടേസ്റ്റ്. അങ്ങനെ ഓരോന്നിനും ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. അപ്പം നമ്മൾ ഇതൊക്കെ ഒന്ന് മാറ്റി പിടിക്കുക. ഇനി നമുക്ക് ആ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചേക്കണ ഇത് ഞാൻ അതിനകത്തോട്ട് ചേർത്ത് വെക്കുന്നുണ്ട് ട്ടോ. ഇത് ചെറിയ അമ്മിക്കല്ലിൽ ചതച്ചെടുക്കണം കേട്ടോ. അതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. എനിക്ക് വട്ടും കരലും പേഴ്സണലി ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. വീട്ടിൽ ചേട്ടനൊന്നും ഇത് ഇഷ്ടമല്ല. ചേട്ടനും പിള്ളേരും ഇതൊന്നും കഴിക്കില്ല. ഇതിപ്പോൾ ഇന്ന് ബ്രദർ വന്നപ്പോൾ മേടിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാരണം ബ്രദർ മേടിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ ഞാൻ ഉടനെ ഇത് കറി വെക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് തക്കാളി കുറച്ച് അരിഞ്ഞ് വെച്ചിരിപ്പുണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു തക്കാളിയാണ് ഞാൻ എടുത്തേക്കണത്. ഇന്ന് 3, 4 കഷ്ണം ഞാൻ കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് നമുക്ക് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് അതിൻ്റെ ഇതൊന്ന് മാറിക്കോട്ടെ. ഞാൻ ഇതിന് മുന്നും പറഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ വീട്ടിൽ ഉണ്ടാക്കണ ഡിഷസ് മാത്രമാണ് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യണത്. അല്ലാതെ ഇതിന് വേണ്ടിയിട്ട് എന്താ പറയുക, പ്രത്യേകമായിട്ടൊന്നും ഞാൻ മേടിച്ചിട്ട് ചെയ്യാറില്ല. വീട്ടിലെന്തോ അതാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. ഇനി നമുക്കേ ഇതിനകത്തോട്ട് സ്പൈസസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 1 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തേ. ഇനി ഒരു 1, 1.5 ടീസ്പൂണോളം നമ്മുടെ ചിക്കൻ മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ വീട്ടിൽ തന്നെ ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഗരം മസാല കേട്ടോ. നല്ലോണം റോസ്റ്റ് ചെയ്ത് പൊടിച്ച് വെച്ച വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ആ മസാലയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ.
ഇനി ഇതെല്ലാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വെക്കാട്ടോ. അപ്പം നമ്മുടെ ആ കുക്കറിൽ ഒരു വിസിലടിച്ചിട്ട് ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് ട്ടോ വട്ടും കരലും കൂടി. ഞാൻ ഒരു തവണ മേടിച്ച് കഴിഞ്ഞപ്പോൾ വട്ടും കരലും മാത്രമായിട്ടാണ് ട്ടോ മേടിച്ചേക്കണത്. ഇതിനകത്ത് അതിൻ്റെ കഴുത്ത് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. ഇതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ട്ടോ. നമുക്ക് വട്ടും കരലും ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം ട്ടോ. നമ്മളൊരു തുള്ളി വെള്ളം ഇല്ലാതെയാണ് കുക്കറിനകത്ത് നമ്മളിത് വേവിച്ചെടുത്തത് ട്ടോ. അതിൽ നിന്ന് തന്നെയുള്ള വെള്ളം ഇറങ്ങിയതാണിത്. ഇനി നമുക്കിത് നല്ലോണം ഒന്ന് വറ്റിച്ചെടുക്കണം ട്ടോ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഞാനൊഴിച്ച് വേറെ പിള്ളേരും ചേട്ടനും ആരും ഇതൊന്നും കൂട്ടൂല ട്ടോ. പിള്ളേര് ഇതിൻ്റെ ഗ്രേവി കൂട്ടും. കഷ്ണങ്ങളൊന്നും കഴിക്കൊന്നുമില്ല. എനിക്കെന്തോ ഇതിൻ്റെ ചിക്കൻ്റെ വട്ടും കരലും ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ ബീഫിൻ്റെ ലിവറ് അത് ഭയങ്കര ഇഷ്ടമാണ്. മട്ടൻ്റെ ലിവറൊന്നും പറ്റുമൊന്നുമില്ല ട്ടോ. ഇതൊന്നും നമ്മൾ ചെറുതിലേ കഴിക്കാത്ത കാരണം ഇതിൻ്റെ ടേസ്റ്റൊന്നും നമുക്ക് ഇഷ്ടപ്പെടില്ല. ഇത് എന്തോ ഒരുപാട് ഇഷ്ടമാണ് ട്ടോ. അപ്പം നല്ലോണം ഇളക്കി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്കിതിൻ്റെ ഉപ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യാം ട്ടോ. എന്തെങ്കിലും പോരായ്മയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഇട്ട് കൊടുക്കാം ട്ടോ. നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കണം ട്ടോ. മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം ട്ടോ. അപ്പോൾ അത് നല്ലോണം ഒന്ന് ഇതായിട്ടുണ്ട് ട്ടോ. നല്ല സൂപ്പർ മണം ട്ടോ. കുക്കിംഗ് എൻ്റെ പാഷനാട്ടോ. നമുക്ക് നോൺ വെജ് ഐറ്റംസ് ഉണ്ടാക്കാനായിട്ട് വളരെ സിമ്പിളാണ്. എല്ലാത്തിനും ഒരേ ഇൻഗ്രീഡിയൻസ് തന്നെയാണ്. ഞാൻ അത്രയും ഇഷ്ടത്തോടെയാണ് ട്ടോ പാചകം ചെയ്യണത്. അപ്പോൾ അതാ ഇതിൻ്റെ ഇതൊക്കെ ഒന്ന് വറ്റി സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. കഴിക്കാനും സൂപ്പറായിരുന്നു ട്ടോ. ഇത്തിരി കുരുമുളക് ചതച്ചതാണ് ട്ടോ ഇട്ട് കൊടുക്കുന്നത് മുകളിൽ. നല്ലൊരു ഫ്ലേവർ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും ട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം ട്ടോ. നമ്മൾ ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം ഞാനിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് എന്തോ ഒരു ഇതുപോലെയാണ്. ഞാൻ ദിവസവും സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും കേട്ടോ. അത് കൂടണുണ്ടോ ഇതുണ്ടോ എന്നൊക്കെ. നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ അറിയണത് നിങ്ങളുടെ സബ്സ്ക്രൈബിലൂടെയാണ് കേട്ടോ, ലൈക്കിലൂടെയും കമൻറ്റിലൂടെയാണ്. അപ്പോൾ നമ്മുടെ വട്ടും കരലും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല കിടു ടേസ്റ്റാണ്. കറിവേപ്പിലയൊക്കെ വിതറി അലങ്കരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.